ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. ഉപാധികൾ സംബന്ധിച്ച് 3:30 വിശദമായ ഉത്തരവിറക്കാമെന്നും കോടതി. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ലെന്ന് പറയാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ചടങ്ങിൽ വെച്ച് പ്രതികരിക്കാതിരുന്നത് നടിയുടെ മാന്യതയാണെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. നടിക്ക് അസാമാന്യ മികവില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തെയും കോടതി വിമർശിച്ചു. എന്നാൽ ഈ പരാമർശം പിൻവലിക്കുന്നതായി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ ഉൾപ്പെടെ മുമ്പും ബോബി ചെമ്മണ്ണൂർ ഇത്തരം പരാമർശങ്ങൾ നടത്തിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പരിശോധിച്ചു. ഇനിയും കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച കോടതി ഇത്തരം പരാമർശങ്ങൾക്കുള്ള പ്രത്യാഘാതം ഇതിനകം തന്നെ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്നും പറഞ്ഞു. തുടർന്ന് ജാമ്യം അനുവദിക്കാമെന്ന് പറഞ്ഞ കോടതി ഉപാധികൾ സംബന്ധിച്ച് 3:30 വിശദമായ ഉത്തരവിറക്കാമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ 6ാം ദിവസം ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങുകയാണ്. മീഡിയ 1 കൊച്ചി. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, വിശദമായ ഉത്തരവ് ഉച്ചകഴിഞ്ഞായിരിക്കും വരിക. ഇന്ന് കോടതിയിൽ എന്ത് സംഭവിച്ചു? ധന്യ, എന്തായാലും ഉത്തരവ് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളൊരു ഉത്തരവ് കോടതി വാക്കാൽ പരാമർശിച്ചിരിക്കുന്നു. അത് ഹൈക്കോടതി വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെടുത്തി ഈ ജാമ്യം നൽകുമ്പോൾ സ്വാഭാവികമായും നിരവധി കണ്ടീഷൻസ് ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ന് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയും പ്രതിഭാഗവും ഒക്കെ കോടതിയോട് ചോദിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് 3:30 സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ആ ഉത്തരവ് കൂടി ലഭിച്ചാൽ ശേഷമാണ് കാക്കനാട് ജയിലിലെത്തിയ ഉത്തരവ് കൈമാറിയലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ റിലീസ് ഇന്ന് തന്നെ നടപ്പാവുക. എന്തായാലും 3:30 ആ ഉത്തരവ് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അഭിഭാഷകർ. അത് വന്ന ഉടനെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അത് കൈപ്പറ്റി കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് അത് കൈമാറിയാൽ എന്തായാലും ഒരുപക്ഷെ ഇന്ന് തന്നെ വൈകുന്നേരം ഒരു 3:30 ഇത് എത്തിച്ചാൽ ഒരു 5 മണിയോട് കൂടി ഇന്ന് തന്നെ അദ്ദേഹത്തിന് റിലീസ് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻ അപ്പുറത്തേക്ക് കർശനമായ ഉപാധികൾ ഉണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പാസ്പോർട്ടും ഫോണും ഒക്കെ ഓൾറെഡി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഉപാധികൾ ഉണ്ടാകുമോ എന്നതുകൂടിയാണ് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ധന്യ.